കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥ തുൾസി ഗബാർഡ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു. ക്യാൻസർ ബാധിച്ച ഭർത്താവ് എബ്രഹാം വില്യംസിനൊപ്പം കഴിയാനും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനും വേണ്ടിയാണ് തീരുമാനമെന്ന് രാജിക്കത്തിൽ പറഞ്ഞിരുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി, സെനറ്റർ റോബർട്ട് എഫ് കെന്നഡി എന്നിവരുടെ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകൾക്ക് തുൾസി ഗബാർഡാണ് നേതൃത്വം വഹിക്കുന്നത്. ഈ രാജിയോടെ വീണ്ടും ചർച്ചയായി മാറുകയാണ് ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകം. 1963 നവംബർ 22-നാണ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു നിൽക്കെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് കൊല്ലപ്പെടുന്നത്. തത്സമയം ക്യാമറയിൽ പതിഞ്ഞ ആ വെടിവയ്പും അതിന്റെ പിന്നിലെ യഥാർത്ഥ പ്രതികളും ഇന്നും ഒരു ദുരൂഹതയായി തുടരുകയാണ്. അമേരിക്കയിലെ ടെക്സാസിലുള്ള ഡള്ളാസ് നഗരത്തിലാണ് സംഭവം നടക്കുന്നത്. ജനങ്ങളെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു തുറന്ന കാറിൽ സഞ്ചരിക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി. റോഡിന്റെ രണ്ട് വശങ്ങളിലുമായി അദ്ദേഹത്തെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12:30 ഡള്ളാസ് നഗരത്തിലൂടെ ആ കാർ നീങ്ങുമ്പോൾ വെടിവെച്ചുകൾ മുഴങ്ങി. അതിൽ ആദ്യത്തെ വെടിയുണ്ട കെന്നഡിയുടെ കഴുത്തിന് പിന്നിലാണ് കൊണ്ടത്. അടുത്ത സെക്കൻഡിൽ തന്നെ രണ്ടാമത്തെ ബുള്ളറ്റ് വന്ന് പതിച്ചത് അദ്ദേഹത്തിന്റെ തലച്ചോറ് തകർത്തുകൊണ്ടായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ഭാര്യ ജാക്വലിൻ കെന്നഡിയുടെ മടിയിലേക്ക് അദ്ദേഹം ചരിഞ്ഞു വീണു. ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മിനിറ്റുകൾക്കകം മരണം സ്ഥിരീകരിച്ചു. അങ്ങനെ ലോകം ഞെട്ടലോടെ ആ വാർത്ത കേട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി വെടിയേറ്റു മരിച്ചു. 46-കാരനായ കെന്നഡിക്കൊപ്പം ഉണ്ടായിരുന്ന ഭാര്യ ജാക്വലിൻ, ടെക്സസ് ഗവർണർ ജോൺ ബി കോണറി ജൂനിയർ എന്നിവർക്കും വെടിയേറ്റെങ്കിലും അവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഈ ദൃശ്യങ്ങൾ മുഴുവൻ അവിടെയുണ്ടായിരുന്ന എബ്രഹാം സാംബ്രൂഡർ എന്നയാളുടെ ക്യാമറയിൽ കൃത്യമായി പതിയുകയും ചെയ്തു. കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ലീ ഹാർവി ഓസ്വാൾഡ് എന്ന മുൻ അമേരിക്കൻ സൈനികനെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഒരു ടെക്സ്റ്റ് ബുക്ക് ഡെപ്പോസിറ്ററി കെട്ടിടത്തിന്റെ 6-ാം നിലയിൽ ഇരുന്ന് താൻ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ വെടിവെച്ചതെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു. അതോടെ അന്വേഷണം ഏതാണ്ട് തീരേണ്ടതായിരുന്നു. എന്നാൽ ഒരാൾക്ക് ഇത്ര കൃത്യമായി ആൾക്കൂട്ടത്തിനിടയിലൂടെ കെന്നഡിയെ വെടിവെച്ചിടാൻ കഴിയില്ലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. പക്ഷേ ഈ സംഭവത്തിൽ അതിലും വലിയ ഒരു ട്വിസ്റ്റ് പിന്നീടുണ്ടായി. അടുത്ത ദിവസം കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ജാക്ക് റൂബി എന്ന ഒരു ബാർ ഉടമസ്ഥൻ പോലീസുകാരുടെ നടുവിൽ വെച്ച് കൊലയാളിയായ ഓസ്വാൾഡിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. കെന്നഡിയെ കൊന്നത് തന്നെ വളരെ അസ്വസ്ഥനാക്കിയെന്നും അതുകൊണ്ടാണ് ഓസ്വാൾഡിനെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും ജാക്ക് റൂബി പറഞ്ഞു. അങ്ങനെ ഓസ്വാൾഡിന്റെ വിചാരണ നടക്കുന്നതിന് മുൻപ് തന്നെ റൂബി അയാളെ കൊലപ്പെടുത്തിയതോടെ അന്വേഷണം അവിടെ വെച്ച് വഴിമുട്ടി. അതോടെ തങ്ങളുടെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയെ എന്തിനു കൊന്നു എന്ന് പറയാൻ ആരും ഇല്ലാതായി. പക്ഷേ താൻ കെന്നഡിയെ വെടിവെച്ചിട്ടില്ലെന്ന് അറസ്റ്റിലായ ശേഷം ഓസ്വാൾഡ് പറഞ്ഞിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മുൻ US മറൈനായ ഓസ്വാൾഡിന്റെ ബന്ധങ്ങളെ ചുറ്റിപ്പറ്റിയും ചില ദുരൂഹതകളുണ്ട്. കുറച്ചുകാലം സോവിയറ്റ് യൂണിയനിൽ താമസിച്ചിട്ടുള്ള ഓസ്വാൾഡിനെ ഈ കൃത്യം നടത്താൻ സോവിയറ്റ് ചാരസംഘടനയായ KGB നിയോഗിച്ചതാണെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ പ്രതി ഓസ്വാൾഡ് മാത്രമാണെന്നും സംശയാസ്പദമായ മറ്റ് തെളിവുകൾ ഒന്നും ഇല്ലെന്നും അന്വേഷണ സംഘം നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഭാര്യയ്ക്കൊപ്പം കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുകയായിരുന്ന കെന്നഡി കഴുത്തിൽ വെടിയേറ്റ ഉടനെ മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളുടെ തത്സമയ സംപ്രേഷണം ടെലിവിഷൻ ചാനലുകളിൽ വന്നിരുന്നു. കെന്നഡിയുടെ പ്രചാരണം മാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്നതിനിടെയാണ് ഈ കൃത്യം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊല നടക്കുന്ന ദൃശ്യവും തത്സമയം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തി. ഇന്നും കെന്നഡിയുടെ മരണം വെറുമൊരു വ്യക്തി ചെയ്ത കൊലപാതകം അല്ലെന്നും അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്നുമാണ് ഭൂരിഭാഗം അമേരിക്കക്കാരും വിശ്വസിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് കുറെ കാരണങ്ങളും ഉണ്ടായിരുന്നു. അമേരിക്കൻ ചാരസംഘടനയായ CIA പല രഹസ്യ ഓപ്പറേഷനുകൾക്കും പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി എതിരായിരുന്നു. CIA തകർക്കുമെന്ന് തന്നെ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവർ തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കി എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതുകൂടാതെ അമേരിക്കയിലെ മാഫിയ സംഘങ്ങളെ അടിച്ചമർത്താൻ കെന്നഡിയും അദ്ദേഹത്തിന്റെ സഹോദരനും ശ്രമിച്ചിരുന്നു. അതിന്റെ പ്രതികാരമാണ് ഈ കൊലപാതകം എന്നും പറയപ്പെടുന്നു. സോവിയറ്റ് യൂണിയനുമായുള്ള ശീതയുദ്ധ കാലമായതിനാൽ അമേരിക്കയുടെ നിതാന്ത വൈരികളായ റഷ്യൻ ചാരസംഘടന KGB ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നും കരുതപ്പെടും. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട പല രഹസ്യരേഖകളും അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കൻ ജനതയുടെ മനസ്സിൽ ഇനിയും മായാത്ത ദുരന്തമായി മാറിയ ജോൺ എഫ് കെന്നഡി വധം നടന്നിട്ട് 60-ലേറെ വർഷം കടന്നുപോയിരിക്കും. ഓസ്വാൾഡ് അല്ല കെന്നഡി വധത്തിലെ പ്രതിയെന്ന് വിശ്വസിക്കുന്ന നിരവധി അമേരിക്കക്കാർ ഇന്നുമുണ്ട്. കേസിലെ പല രേഖകളും അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ ഇന്നും രഹസ്യമായി സൂക്ഷിക്കുകയാണ്. ഇതും ആളുകളിൽ കൂടുതൽ സംശയത്തിന് ഇടം പകരുകയാണ്. എബ്രഹാം ലിങ്കൺ, ജെയിംസ് ഗാർഫീൽഡ്, വില്യം മക്കിൻലി തുടങ്ങിയ അമേരിക്കൻ പ്രസിഡന്റുമാരും ജോൺ എഫ് കെന്നഡിക്ക് മുൻപ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നും ലോകജനത വിസ്മരിക്കാത്ത ഒന്നാണ് ദുരൂഹതകൾ നിറഞ്ഞ ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകം.